ഹായ്, എസ് വി ഉള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ, അതായത് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ തെക്കേവിള വാർഡിലെ കാട്ടുകുളം തോടിൻ്റെ ശുചീകരണ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള എസ് വി ശ്യാമിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു വാർത്ത കാട്ടിയിരുന്നു. അപ്പോൾ ആ വാർത്ത കണ്ടിട്ട് ഈ തോടിൻ്റെ മറ്റു പ്രദേശത്ത് താമസിക്കുന്ന ചിലർ ബന്ധപ്പെട്ടിരുന്നു, ചില ദൃശ്യങ്ങൾ അയച്ചു തന്നു. അവരും ഇപ്പോൾ ഈ തോടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. കാര്യം ഈ കാട്ടുകുളം തോട് അണ്ടൂർക്കോണം പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തെക്കേവിള വാർഡ് വഴി ഒഴുകി തൊട്ടടുത്ത വാർഡായ വലിയ വീട് വാർഡ് വഴിയാണ് ഇത് നേരെ കായലിലേക്ക് ഒഴുകി പോകുന്നത്. ആ തോട് കഴിഞ്ഞ കുറേ കാലമായി, ഇന്നലെ നിങ്ങൾ ദൃശ്യം കണ്ടതാണ്, മാലിന്യം പേറി, അതായത് സമീപത്ത് താമസിക്കുന്ന വീട്ടിൽ നിന്നുള്ള സെപ്റ്റിക് മാലിന്യങ്ങളും കിച്ചൺ വേസ്റ്റുകളെല്ലാം ഈ തോട്ടിലേക്കാണ് ഒഴുക്കിയിരുന്നത്. ഇതെല്ലാം വാർഡ് മെമ്പറുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഈ തോടിനെ ശുദ്ധീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി നടത്തുന്നതിൻ്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെ കാട്ടിയത്. അത് കുറേ പേർ കണ്ടിരുന്നു, കുറച്ച് പേർ വിളിച്ചിരുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാട്ടുകുളം തോടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ തെക്കേവിള വാർഡ് കഴിഞ്ഞാൽ ഇത് വലിയ വീടിലേക്ക് പ്രവേശിക്കുന്ന അവിടത്തെ അവസ്ഥയാണ്. അപ്പോൾ ആ പ്രദേശത്തെ തോടും സമാനമായിട്ടുള്ള രീതിയിൽ മാലിന്യം പേറി അത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ മഴക്കാലം എത്തിയിട്ട് പോലും അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ കിടക്കുന്നതായിട്ട് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാട് മൂടി കിടക്കുകയാണ്. ഈ ജലാശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കൃത്യസമയത്ത് അത് ശുചീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെള്ളക്കെട്ടുണ്ടാകാം, അല്ലെങ്കിൽ വലിയ മഴ പെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് വെള്ളം കയറാം. കാര്യം ഒഴുകിപ്പോണമല്ലോ. ആ അവസ്ഥയിൽ ആ ദൃശ്യം നോക്കിയേ ഇപ്പോഴത്തെ തോടിന്റെ അവസ്ഥയാണ്. നിലവിൽ ഈ തോട് പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന തുടക്കമായിട്ടുള്ള ഭാഗത്ത് നിന്നിട്ടാണ് വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്യാം സ്വന്തം എഫേർട്ട് എടുത്ത് ആ പ്രദേശം അത് ശുദ്ധീകരിച്ച് തോടിൻ്റെ ഒഴുക്കെല്ലാം കൃത്യമാക്കി അതിൽ കെട്ടിക്കിടന്ന മാലിന്യങ്ങളെല്ലാം കോരി മാറ്റി അതൊരു ശുദ്ധജലം ഒഴുകുന്ന രീതിയിലേക്ക് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരുന്നത്. അത് അടുത്ത വാർഡിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് പ്രദേശവാസികൾ, അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള വ്യക്തി അതിനെക്കുറിച്ച് അവിടെ നിന്ന് എടുത്തയച്ച വീഡിയോയും ഒരു പ്രതികരണവും നിങ്ങൾ കേൾക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് അണ്ടൂർക്കോണം പഞ്ചായത്തിലെ വലിയ വീട് വാർഡിലാണ്. ഇതിനൊരു വീഡിയോ ഇടാനുള്ള കാരണം, മുൻകാലങ്ങളിൽ ഇവിടെ ഒരു വാർഡ് മെമ്പർ ഇല്ലാഞ്ഞിട്ട് പോലും അന്നത്തെ ഭരണസമിതി ഈ തോടുകളെല്ലാം വൃത്തിയാക്കുകയും നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ തുടങ്ങി ഇത്രയും ദിവസമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. മുൻകാലങ്ങളിൽ തോട് വൃത്തിയായി നിൽക്കുന്ന സമയങ്ങളിൽ പോലും ഈ പ്രദേശങ്ങളിൽ വെള്ളം പോകുമായിരുന്നു. ഇപ്പോൾ ഇനി വരുന്ന മഴയത്ത് ഈ തോട് വൃത്തിയാക്കി വെള്ളം സുഖമായി ഒഴുകിപ്പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും കൂടുതൽ വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ തോടുകളൊന്ന് വൃത്തിയാക്കി ജനങ്ങളുടെ ദുരിതത്തിൽ നിന്നും ദുരിതങ്ങൾ ഉണ്ടാവാതെ കാക്കണമെന്ന് അഭ്യർത്ഥിക്കുക. നിലവിൽ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ് വലിയ വീട് വാർഡിലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് ആരും ആയിക്കോട്ടെ, എന്തായാലും ഇതിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഉചിതമായ തീരുമാനം അടിയന്തരമായി കൈക്കൊള്ളേണ്ടതുണ്ട് എന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. കാര്യം ഇതൊക്കെ ഒരു നാടിന്റെ പൊതുപ്രശ്നങ്ങളാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ, അത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതുപോലുള്ള കുളങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിന്നാണ് അതിൽ നിന്ന് ഈ ജലജന്യ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ തോടുകളെല്ലാം മാലിന്യമുക്തമാക്കി അതിൻ്റെ ഒഴുക്കുകൾ പഴയ പോലെ നീർച്ചാലുകളാക്കി അതിൻ്റെ ഒഴുക്കുകൾ തടസ്സപ്പെടുത്താതെ മഴക്കാലത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഒരു പക്ഷേ ഒഴുക്ക് പ്രോപ്പർ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നം പലയിടങ്ങളിലും ശക്തമായ മഴയാണ് ഈ വരുന്ന മഴക്കാലത്ത് പെയ്യുന്നതെങ്കിൽ തൊട്ട് മുകളിൽ താമസിക്കുന്നവരെയെല്ലാം വീട്ടിൽ വെള്ളം കയറും, അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഈ ഒരു ശുചീകരണ പ്രവർത്തനം അതിന് ഒരു തുടർച്ച ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എവിടെയാണോ തെക്കേവിള വാർഡ് അവസാനിക്കുന്നത് അവിടം തൊട്ട് അടുത്ത വാർഡ് മെമ്പർ കൂടി ഇതൊരു ജനകീയ പ്രശ്നമായിട്ടും നാടിന്റെ ആവശ്യമെന്നുള്ള രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അതിനൊരു തുടർച്ച ഉണ്ടാക്കണം. ആ തോട് കൂടുതൽ വൃത്തിയാക്കി നല്ലൊരു നീർച്ചാലാക്കി പുതിയ കാലഘട്ടത്തിൽ ജനങ്ങൾക്കും കുട്ടികൾക്കെല്ലാം ഒരു തോട് അല്ലെങ്കിൽ ജലാശയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ മാലിന്യം പേറാനുള്ള ഇടമല്ല. പുതിയ കാലഘട്ടത്തിലെ ജനപ്രതിനിധികൾ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ നവീകരിച്ചുകൊണ്ട് നാടിനൊക്കെ ഒരു പുതു മോഡൽ സമ്മാനിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആ
പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഉടനടി അതിൽ ഇടപെടൽ നടത്തി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തന്നെ നടത്തിക്കൊണ്ട് ആ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ.